ഹലോ. അപ്പം ഇത് എൻ്റെ യൂട്യൂബ് ചാനലിലെ ആദ്യത്തെ ഒരു ലെങ്തി വീഡിയോ ആണ് കേട്ടോ. ഷോർട്സൊക്കെ ഇട്ടിട്ടുണ്ട്, പക്ഷെ ആദ്യമായിട്ടിടുന്ന ഒരു ലെങ്തി വീഡിയോ ഇതാണ്. അപ്പം ആദ്യമായിട്ടിടുന്ന വീഡിയോ ഒന്ന് സ്പെഷ്യലാക്കണമല്ലോ. അതുകൊണ്ട് ഞാൻ ഓർത്തു എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു പ്രോൺസ് റെസിപ്പി നിങ്ങളെ കാണിക്കാമെന്ന്. അപ്പം നമുക്ക് പ്രോൺസ് റെസിപ്പി കണ്ടു നോക്കിയാലോ. നിങ്ങളിപ്പോൾ കാണുന്നത് ഞാൻ ചെടിക്ക് വെള്ളം ഒഴിക്കുന്നതാണ്. അപ്പോൾ എൻ്റെ വാട്ടർ സ്പ്രേയിൽ വെള്ളം തളിക്കാൻ പറ്റുന്നില്ലായിരുന്നു, എന്തോ പ്രശ്നം പറ്റിയിട്ടുണ്ടായിരുന്നു. അതൊക്കെ അവിടെ നിൽക്കട്ടെ, നമുക്ക് പ്രോൺസ് റെസിപ്പി കണ്ടു നോക്കാം. അപ്പോൾ ആദ്യം തന്നെ ഇത് നേരത്തെ പുരട്ടി വെച്ച് കൊഞ്ചാട്ടോ. അതിൽ നമ്മൾ ഉപ്പ്, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കറിവേപ്പില ഇതെല്ലാം കൂടി ചേർന്നൊന്ന് മിക്സ് ചെയ്തു. ഇതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാവേ. ഇത് ഞാൻ ചുമ്മാ ഒരു സവാള ഇങ്ങനെ തനിച്ചിരിക്കുന്ന കുറച്ച് വെളുത്തുള്ളി, അളവെല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, അതും അറിയുക. എന്നിട്ട് നമുക്കൊരു പാൻ എടുത്ത് അതിൽ കുറച്ച് എണ്ണ ഒഴിച്ചിട്ട്, ഒത്തിരി വേണ്ട, നമ്മുടെ പുരട്ടി വെച്ച പ്രോൺസ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അതിനുശേഷം പിന്നെ ഒരു പാൻ വെച്ച് അതിൽ കുറച്ച് എണ്ണ ഒഴിച്ച് നമുക്ക് കടുക് പൊട്ടിച്ചിട്ട് കുറച്ച് വെളുത്തുള്ളി, ഇഞ്ചി ഇവയെല്ലാം ചേർത്തൊന്ന് ഇളക്കുക. അത് കഴിഞ്ഞ് അരിഞ്ഞു വെച്ച സവാളയും കൂടെ ഒന്ന് ഇളക്കുക. വേണമെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് തേങ്ങാക്കൊത്തും കൂടെ അതിലിട്ടൊന്ന് വഴറ്റാം. ഞാനിവിടെ ഉപയോഗിക്കുന്ന എണ്ണ സൺഫ്ലവർ ഓയിലാണ്. എനിക്ക് തേങ്ങാക്കൊത്ത് വലിയ ഇഷ്ടമല്ലാത്തതുകൊണ്ട് ഞാനങ്ങനെ ഇടത്തില്ല. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്കും തേങ്ങാക്കൊത്ത് ഇടാം. അത് വഴണ്ടിയതിന് ശേഷം ലേശം മഞ്ഞൾപ്പൊടി ഇടുക. അതിനുശേഷം ഒന്ന് വഴറ്റുക. പിന്നെ ലേശം കുരുമുളക് ഇടുക. ഞാനാട്ടോ ആദ്യമേ കുരുമുളക് ഇട്ടത്. അപ്പോൾ അത് തികയാതെ വന്നപ്പം കുറച്ചുകൂടെ എൻ്റെ കൂടെയുള്ള ചേച്ചി കുറച്ചുകൂടെ ഇട്ടു. ഇതൊന്ന് വെന്ത് കിട്ടാൻ വേണ്ടി ലേശം ചൂടുവെള്ളമാണത്, ഞാൻ കുട്ടിയൊക്കെ ഒഴിച്ച് വെച്ചതേ ഉള്ളൂ. ലേശം ചൂടുവെള്ളം ഒഴിച്ച് ഒന്ന് അതിലൊന്ന് മിക്സ് ചെയ്യുക. എന്നിട്ട് നമുക്കൊരു പാത്രം വെച്ച് അതൊന്ന് വേവാൻ വേണ്ടി അടച്ചു വെക്കാം. ഇനി നമ്മൾ ആ വറുത്ത് വെച്ച പ്രോൺസ് ഉണ്ടല്ലോ, അതെടുത്ത് ഇതിലിട്ടിട്ട് ഒന്ന് വഴറ്റുക. നല്ലപോലെ വഴറ്റിയെടുക്കാം. ഞാൻ നേരത്തെ പറഞ്ഞു തൊട്ട് ഇതെൻ്റെ ആദ്യത്തെ വീഡിയോ ആണ്. ഒരുപാട് മിസ്റ്റേക്സുകളുണ്ടാകും, അതെല്ലാം എന്നോട് ക്ഷമിക്കണം. നെക്സ്റ്റ് വീഡിയോയിൽ ഞാൻ നല്ല രീതിയിൽ വരാൻ ശ്രമിക്കുന്നതായിരിക്കും. അപ്പം ഇത് നല്ലപോലെ വഴറ്റി ഇനി നമുക്ക് ഒന്നുകൂടെ ഒന്ന് അടച്ച് വെച്ചിട്ട് ഒന്നുകൂടെ ഒന്ന് വേവിക്കാം. അങ്ങനെ നമ്മുടെ പ്രോൺസ് പെപ്പർ റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഇത് ബിഗിനേഴ്സിന് ഉണ്ടാക്കി നോക്കാൻ പറ്റിയൊരു റെസിപ്പിയാണ് കേട്ടോ. ഞാനിതിൽ മല്ലിപ്പൊടി, ഗരം മസാല ഇങ്ങനെയുള്ളൊരു ഐറ്റംസ് ഒന്നും ആഡ് ചെയ്തിട്ടില്ല. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ എൻ്റെ വീഡിയോയ്ക്ക് ലൈക്ക്, സബ്സ്ക്രൈബ് ആൻഡ് ഷെയർ. ബൈ ബൈ, സീ യു.